ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ദിലീപ് ദേവസ്യ കൊല്ലത്ത് നിന്നും പ്രേക്ഷകർക്കൊപ്പം ചേരും. ദിലീപ്, 3 പേരുടെ മരണമാണ് കൊല്ലം ജില്ലയിൽ ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ കൊല്ലം സ്വദേശിയായ ഒരു ഷമീർ, വെളിച്ചിക്കാല വടക്കോട്ടുവിളയിൽ ഒരു ലൂക്കോസ്, പുനലൂർ നരിക്കൽ വാഴവിള സ്വദേശി സാജൻ ജോർജ് എന്നീ 3 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇവരിൽ പലരും, ഇവരുടെ ബന്ധുക്കളാരും തന്നെ ഇന്നലെ വൈകുന്നേരം വരെയും ഈ വിവരം അറിഞ്ഞിരുന്നില്ല. അതിൽ അല്പം ആശങ്കയുണ്ടെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇതിൽ പെട്ടിട്ടുണ്ടാവില്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരത്തോടു കൂടി വാർത്തയൊക്കെ സ്ഥിരീകരിച്ചിരുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഇവരുടെ ബന്ധുക്കളെല്ലാവരും ഈ വിവരമെല്ലാം അറിഞ്ഞ് അവർ ഈ വാർത്ത കേട്ടതിനു ശേഷം ഇനിയിപ്പോൾ ഇന്നോ നാളെയോ മൃതദേഹങ്ങൾ എത്തുമ്പോൾ അതിനെ സ്വീകരിക്കത്തക്ക രീതിയിലേക്ക് മനസ്സ് പാകപ്പെട്ടോ ദിലീപ്? ഡോക്ടർ അരുൺകുമാർ, ഇന്നലെ രാത്രി വരെ ഈ പറയുന്ന ആളുടെ ബന്ധുക്കൾ, അതായത് ഭാര്യ, മക്കൾ, ഇങ്ങനെയുള്ളവരാരും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നാണ് നമുക്ക് ലഭിച്ചത്. ഇന്ന് രാവിലെ പത്രങ്ങൾ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന സ്ഥിതിഗതികളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ല. അതായത് ഇന്നലെ ഷമീറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഷമീറിൻ്റെ ഭാര്യ ഇന്നലെ രാത്രി, അതായത് ഷമീർ കിടക്കാൻ പോകുന്നതിൻ്റെ രാത്രി 2 മണിക്കൂർ മുൻപ് ഭാര്യ സുറുമിയെ വിളിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഷമീറിൻ്റെ ഭാര്യ സുറുമിയെ കാര്യം തന്നെ ഒന്നും അറിയിച്ചിട്ടില്ല. അവിടെ TV വെക്കുകയും മറ്റ് ബന്ധുക്കളോടും അല്ലെങ്കിൽ അയൽവാസികളോടൊന്നും വീടിൻ്റെ അകത്തേക്ക് കയറി വരരുതെന്നുള്ളൊരു നിർദ്ദേശങ്ങളടക്കം ഇവർ നൽകിയിട്ടുണ്ട്. കാരണം ഈ വീട്ടിൽ വന്ന ഒരു സംശയം ഉണ്ടാകണ്ട എന്ന് കരുതി ഇന്നലെ രാത്രി വരെ അത്തരത്തിലുള്ള ഒരു നടപടികൾ നാട്ടുകാർ സ്വീകരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ഇപ്പോൾ നമുക്ക് മരിച്ച രണ്ടാമത്തെ ആൾ പുനലൂരുകാരനാണ്. പുനലൂർ വടക്കോട്ട് വിളയിൽ, കൊല്ലം വെളിച്ചിക്കാല വടക്കോട്ട് വിളയിൽ ലൂക്കോസ് ആണ്. ലൂക്കോസ് 48 വയസ്സാണ്. ലൂക്കോസിൻ്റെ ഭാര്യ ഷൈനി, മക്കൾ ലിഡിയ, ലൂയിസ് ആണ്. ഈ മക്കളൊന്നും ഈ കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരം. പിന്നീടുള്ളത് പുനലൂരിലുള്ള ഒരു കെമിക്കൽ എഞ്ചിനീയറാണ്. ഈ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന കെമിക്കൽ എഞ്ചിനീയർ, പുനലൂർ നരിക്കൽ വാഴവിള അടിവള്ളൂർ സാജൻ വില്ലയിൽ പുത്തൻ വീട്ടിൽ സാജൻ ജോർജ്, 29 വയസ്സുള്ള സാജൻ ജോർജാണ്. അപ്പം സാജൻ ജോർജിൻ്റെ സഹോദരി ഒന്നും ഈ കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഈ പത്രങ്ങൾ ഇറങ്ങി മറ്റുള്ളവരെല്ലാം വീട്ടിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ഒരു പക്ഷേ ഇനിയുള്ള സമയങ്ങളിൽ ഈ ബന്ധുക്കളടക്കം, ഇപ്പോൾ നേരത്തെ അരുൺകുമാർ ഇന്നലെ പറഞ്ഞതുപോലെ, ഒരു രാത്രിയെങ്കിൽ അവർ സമാധാനമായി ഉറങ്ങിക്കാണും. ഇനിയുള്ള സമയത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ ലോകത്തെ വിട്ടുപോയി എന്നുള്ളൊരു വാർത്ത ഇനിയുള്ള സമയങ്ങളിൽ ഒരു പക്ഷേ ഇവർ അറിയും. എന്തായാലും കൊല്ലം ജില്ലയിൽ 3 പേരാണ് മരണമടഞ്ഞിരിക്കുന്നത്. ഈ 3 പേരുടെ പറ്റിയുള്ള വിവരങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് സ്ഥിരീകരിച്ച വിവരങ്ങളാണ് അരുൺകുമാർ.